ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുകന്യ ബാലനെയും ഗോമതിയെയും ആ വലിയ റൂം തന്നെ ഉപയോഗിക്കാൻ നിർബന്ധിക്കുകയാണ് കേട്ടോ. ചെറിയ റൂം തനിക്കും ധർമ്മേട്ടനും മതി എന്ന് വാശി പിടിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മിത്ര ഇങ്ങനെ ആലോചിക്കുക, സുകന്യ ചേച്ചി ഒരു നേട്ടവും ഇല്ലാതെ ആ കുഞ്ഞുമുറിയിലോട്ട് മാറില്ലല്ലോ. ഇനി ആ ചെറിയ മുറിയിൽ വല്ല നിധിയും ഉണ്ടെന്ന് ചേച്ചിക്ക് മനസ്സിലായോ? അത് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണേ. പെട്ടെന്ന് സുകന്യയുടെ ശ്രദ്ധയിൽ മിണ്ടാതെ നിൽക്കുന്ന മിത്രയെ പെടും. മിത്ര, നീ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? നീ നിന്റെ അപ്പച്ചിയോടും അങ്കിളിനോടും പറ, ഈ വലിയ റൂമിൽ ഇനി അവരുപയോഗിച്ചാൽ മതിയെന്ന്. നീ പറഞ്ഞാൽ അവർ കേൾക്കും എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് മിത്ര പറയും, അപ്പച്ചി, സുകന്യ ചേച്ചി ഇത്ര കാര്യമായിട്ട് പറയുന്നതല്ലേ, നിങ്ങൾ രണ്ടുപേരും വന്നാൽ ഈ റൂം തന്നെ ഇനി ഉപയോഗിക്കുക. സുകന്യ ചേച്ചിക്കും മാമനും ചെറിയ റൂം മതി എന്നല്ലേ പറഞ്ഞത്, എന്നാൽ പിന്നെ അവർക്കത് കൊടുക്കുക. ചേച്ചി എന്തിനാ വേദനിപ്പിക്കുന്നത് എന്ന് പറയുവാണേ. ആ, മിത്ര പറഞ്ഞതാ കാര്യം എന്ന് പെട്ടെന്ന് സുകന്യയും പറയൂ കേട്ടോ. അപ്പം എല്ലാവരുടെ വാശിക്ക് മുന്നിൽ ഗോമതിയും ബാലനും സമ്മതിക്കുവാണേ. അപ്പോൾ പെട്ടെന്ന് സുകന്യ പറയും, അതെ, നിങ്ങളെല്ലാവരും കൂടി ഇവിടുത്തെ സാധനങ്ങളെല്ലാം ആ ചെറിയ റൂമിലോട്ട് ഒന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കണം കേട്ടോ. കേട്ടോ മിത്രേ, മീനു, അനു എന്നൊക്കെ പേരെടുത്ത് ചോദിക്കുക. അത് പ്രത്യേകം പറയണോ? ഇപ്പം തന്നെ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ അപ്പുറത്തേക്ക് മാറ്റിത്തരാം എന്ന് പറഞ്ഞ് മീനും മിത്രയും കൂടി സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ധർമ്മം പറയും, ഹോ, കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടുണ്ടല്ലോ അളിയ, എനിക്ക് ഇന്ന് ഇവള് ചെയ്തൊരു പ്രവൃത്തി കൊണ്ട് മനസ്സിന് ഇത്രയും സന്തോഷം തരുന്നത്. ശരിയാ ചേച്ചി, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇവള് മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ഈ റൂം വിട്ടു തന്നില്ലേ, ഇതിലും വലിയ സന്തോഷമൊന്നും എനിക്കിനി വരാനില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ദേവമംഗലത്ത് നിൽക്കുക. അതേസമയം പഴയ പോലെ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ചുറ്റും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി ചോദിക്കും, സുകന്യ ചേച്ചിയുടെ ഈ മാറ്റമൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇത്രയും പറയും, സത്യം എനിക്കും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ആരും ചോദിക്കും, ഇതൊക്കെ അവരുടെ ആക്ടിങ് ആണോ? ചെറുതായിട്ട് ഒരു ഓവർ ആക്ടിങ് മടക്കുന്നുണ്ട് എന്ന് മിത്രയും പറയും. അപ്പം മീനു പറയും, എന്തായാലും അച്ഛനും അമ്മയ്ക്കും അവരുടെ പഴയ റൂം തിരിച്ചു കിട്ടിയല്ലോ, അവരാ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് പറയും കേട്ടോ. പെട്ടെന്ന് മീനുവേ. അപ്പോൾ ആകാശ് പറയും, ഗോമതി സ്റ്റോഴ്സ് ബാലനെ ഒതുക്കാൻ ഒരാളോട് കൂട്ടുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലായിരുന്നു ഞാൻ. നമ്മൾ വീണ്ടും ഒറ്റപ്പെട്ടു. അതിന് ഗോമതി സ്റ്റോഴ്സ് ബാലനെ എതിർക്കാതിരുന്നാൽ ഈ പ്രശ്നമില്ലല്ലോ എന്ന് മീനു അപ്പം ചോദിക്കും. അത് ഏട്ടനെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് ആര്യൻ അപ്പം ചോദിക്കും. ഓ, നീ പിന്നെ അച്ഛൻ പറയുന്ന എല്ലാം അനുസരിക്കുന്ന പുത്രനാണല്ലോ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാലോ. ആവശ്യമില്ലാത്ത കാര്യം അച്ഛൻ പറഞ്ഞാൽ ഞാനത് കേൾക്കാറില്ല, എന്നാൽ കാര്യമുള്ള കാര്യം അച്ഛൻ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കാറുണ്ട്. പിന്നെ ഇയാളെന്താ പിന്നെ IAS ആകാതിരുന്നേ? അത് കാര്യമുള്ള കാര്യമല്ലായിരുന്നോ? എന്നിട്ടെന്താ ഇയാളത് കളഞ്ഞു കുളിച്ചു എന്ന് അപ്പോൾ പെട്ടെന്ന് ആകാശ് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും മിത്രയും ആര്യനും ഇങ്ങനെ പരസ്പരം നോക്കുക. അപ്പം മിത്ര പറയും, ഓരോരുത്തർക്കും പരസ്പരം ആരോടും പറയാത്ത ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ, ഇവനൊരു സ്വപ്നവും ഇല്ല. ഉണ്ടോടാ, നിനക്ക് വല്ല സ്വപ്നം ഉണ്ടോടാ എന്ന് ആകാശ് വീണ്ടും ആര്യനോട് ചോദിക്കും. ആര്യന് സ്വപ്നം ഉണ്ടെന്ന് പെട്ടെന്ന് പറയാൻ വരികയാണ് മിത്ര. എന്നും പറഞ്ഞ് മിത്രനെ അപ്പം പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യും നമ്മുടെ ആര്യൻ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്വപ്നങ്ങളൊന്നും ഇല്ല എന്ന് ആര്യൻ പറയും കേട്ടോ. കേട്ടല്ലോ, ഇപ്പം എല്ലാവരും കേട്ടില്ലേ, ഇവന് ഒരു സ്വപ്നവും ഇല്ല എന്ന് ആകാശ് പറയുകയാണേ. ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞ് ആനന്ദ് മുന്നോട്ട് വരിക. സുകന്യ ചേച്ചിയുടെ ഈ മാറ്റത്തെ നമ്മളിങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, മനുഷ്യർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ, എന്നാലും ഇങ്ങനെയൊക്കെ മാറുമോ എന്ന് മിത്ര ചോദിക്കേ. മാറിയാലെന്താ, പലരും മാറിയിട്ടുണ്ട്. കള്ളം മാത്രം പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന എത്രയോ പേര് മാറിയിരിക്കുന്നു എന്ന് ആനന്ദ് പറയേ. അതാരാ ഏട്ടാ എന്ന് ആകാശപ്പം ചോദിക്കും. അല്ല, ഈ ഏട്ടനിപ്പോൾ പറഞ്ഞില്ലേ, ഈ കള്ളം പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച് ജീവിക്കുന്നതിനെ പറ്റി, അതാരാന്ന് ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്കറിയില്ലല്ലോ അങ്ങനെ ആരെയും. അതിപ്പം അപ്പം പെട്ടെന്ന് ധർമ്മൻ അങ്ങോട്ട് വരിക. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? എന്താടാ എന്നെ പിന്നെ വിളിക്കാതിരുന്നേ? എന്നെ മാത്രം ഒഴിവാക്കിയിട്ട് നിങ്ങളെല്ലാവരോടും സഭ കൂടുന്നോ? നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുവാണോ എന്ന് ധർമ്മൻ ചോദിക്കേ. ഒറ്റപ്പെടുത്താനോ? ഞങ്ങളോ എന്ന് അപ്പോൾ ആരും ചോദിക്കും. എടാ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെറസിൽ കൂടുന്നതല്ലേ, എന്നിട്ട് ഇപ്രാവശ്യം മാത്രം എന്നെ വിളിക്കാതെ, അതെന്നെ ഒറ്റപ്പെടുത്തിയതിന് തുല്യമല്ലേ എന്ന് ചോദിക്കുവേ. എൻ്റെ പൊന്നു മാമനെ ഞങ്ങൾ വിളിക്കാത്തതിന് കാരണമാണോ അറിയണ്ടേ എന്ന് ആകാശ് ചോദിക്കും. കുറച്ചും കൂടി ചില്ലായിട്ട് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കരുതിയത് ഞങ്ങളുടെ തെറ്റ് എന്ന് ആരും പറയും. ബിയർ കുറച്ചുകൂടി തണുത്തിട്ട് ഞങ്ങൾ വിളിക്കാമായിരുന്നെന്ന് കരുതി എന്ന് ആകാശ് പറയേ. ഓ എടാ, അതായിരുന്നല്ലേ മാമ. ചേച്ചി അറിഞ്ഞ പ്രശ്നമാവോ എന്ന് മീൻ ചോദിക്കും. അതിന് ചേച്ചി എങ്ങനെ അറിയാനാ എന്ന് അപ്പോൾ പെട്ടെന്ന് ധർമ്മം പറയുകയാണേ. എന്നിട്ട് ആര്യൻ്റെ കയ്യിലോട്ട് ഒരെണ്ണം എടുത്ത് കൊടുക്കും, ഒരു ബിയർ കുപ്പി. എടാ ആര്യ, ഇതൊന്ന് പൊട്ടിച്ച് തന്നേടാ, ഇന്ന് എനിക്ക് പൊളിക്കണം, ഞാനിന്നൊന്ന് ചില്ലായിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ധർമ്മൻ ആദ്യം തന്നെ ഒരു ബിയർ ബോട്ടിൽ പൊട്ടിച്ച് കുടിക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് സുകന്യ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ധർമ്മം ബിയറും പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പം തന്നെ ദേഷ്യം വരികയാണ്. അപ്പം ദേവി അത് കാണും കേട്ടോ. എന്നിട്ട് പറയും, സുഖമായി, സുകന്യ ചേച്ചി വരുന്നുണ്ട്,
ഉണ്ട്, മാമൻ്റെ കാര്യം തീർന്നു എന്ന് പറയുക. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് സുകന്യ ചേച്ചി അവിടെ നിൽക്കുന്നത് കാണുന്നത്. അയ്യോ മാമ പണി കിട്ടിയോ എന്ന് പെട്ടെന്ന് ആനന്ദ് ചോദിക്കേ. സുകന്യയെ കാണുമ്പോൾ തന്നെ ധർമ്മനേക്കും. എന്നിട്ട് സുകന്യയുടെ അടുത്തേക്ക് ചെല്ലും. അത് പിന്നെ ഒരു രസത്തിന് ഈ ബിയറിൽ ആൽക്കഹോളിക് കണ്ടൻറ്റ് കുറവാ എന്ന് ആര്യനപ്പോൾ പറയും കേട്ടോ. അന്നേരം പെട്ടെന്നാണെങ്കിൽ സുകന്യ ധർമ്മൻ്റെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ മേടിച്ചിട്ട് ആരിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. വായിച്ചു നോക്ക്, ആൽക്കഹോൾ കണ്ടൻറ്റ് എത്ര ഉണ്ടെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. മദ്യപിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞാനത് പറഞ്ഞിട്ടുമുണ്ട് എന്ന് സുകന്യ എല്ലാവരോടുമായിട്ട് പറയുവാണേ. നിങ്ങൾക്ക് മദ്യപിക്കണമെങ്കിൽ മദ്യപിച്ചോ, അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ എൻ്റെ ഭർത്താവിനെ അതിന് കൂട്ടുപിടിക്കരുത്, മനസ്സിലായല്ലോ, എനിക്കത് തീരെ ഇഷ്ടമല്ല എന്ന് പറയുവാണേ. അപ്പോഴത്തേക്ക് ആകാശാണ് ഓ വലിയ ആളാ എന്നുള്ള രീതിയിൽ ഒരു നോട്ടം നോക്കുവാണ് കേട്ടോ അവരെ. അത്രയും പറഞ്ഞിട്ട് സുകന്യ അവിടെ നിന്ന് അങ്ങോട്ട് പോവാ. എന്നിട്ട് ധർമ്മനെ കാണാഞ്ഞിട്ട് ചോദിക്കും, ധർമ്മേട്ടൻ വരുന്നില്ലേ, വരാൻ നോക്ക് എന്ന് പറയാം. അപ്പോഴത്തേക്കും എല്ലാവരും പറയും, മാമ ചെല്ല് ധർമ്മേട്ട എന്നും പറഞ്ഞ് വിളിക്കേ. അപ്പോഴത്തേക്കും പെട്ടെന്ന് സുകന്യെ കാണാതെ കുറച്ച് ബിയർ എടുത്ത് കുടിച്ചിട്ടാട്ടോ ധർമ്മൻ അവിടുന്ന് പോകുന്നത്. എൻ്റെ ഈശ്വര, ഈ മാമൻ്റെ ഒരു കാര്യം ചേച്ചി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്നിവിടെ ഒരു വലിയ പ്രശ്നം നടക്കും എന്ന് ദേവി അപ്പോൾ പറയാം. ഈ പെണ്ണുമ്പിളയ്ക്ക് എന്തൊരു അഹങ്കാരമാണ് എന്ന് ആര്യം പറയൂ കേട്ടോ. അവർ പറഞ്ഞതും ശരിയല്ലേ, ഞാനിത് പ്രതീക്ഷിച്ചതാ, അതുകൊണ്ടാണ് ഞാൻ മാമനെ ആദ്യം തന്നെ തടഞ്ഞത്, ആര് കേൾക്കാൻ എന്ന് മീനു അപ്പോൾ പറയും. ചുരുക്കി പറഞ്ഞ വർഷങ്ങളായി ഈ ടെറസിൽ നമ്മുടെ എൻജോയ്മെൻറ്റ് ഇന്നത്തോടെ അവസാനിച്ചു. ഇപ്പം തന്നെ അച്ഛനോട് ഒന്ന് പരാതി പറയും എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഒരു ബിയർ കുപ്പി എടുത്ത് നമ്മുടെ ആകാശം കുടിക്കുവേ. അങ്ങനെ അവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് കഷ്ടമായി പോയി, ഇപ്പം തന്നെ പരാതി എത്തിക്കാണും എന്നൊക്കെ അവരിങ്ങനെ പറയുമോ പരസ്പരം. എന്തൊരു കുടിയായിട്ടാ, പയ്യെ കുടിക്കുക എന്നപ്പോൾ ആരും ചോദിക്കേ. ഇതേസമയം നമ്മുടെ ബാലനും ഗോമതിയും കിടക്കാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ബാലൻ ഇങ്ങനെ ആലോചിക്കുന്ന കാണുമ്പോൾ ഗോമതി ചോദിക്കും, എന്താ ബാലേട്ടാ? അതെ, സുകന്യ ഭാഗം എടുത്ത് ഇറങ്ങിയപ്പം ആദ്യം ഞാനൊന്ന് പേടിച്ചു, സ്ഥിരമായിട്ടും അങ്ങനെ ഉള്ളതല്ലേ, ഇവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടായി അവൾ അവളുടെ വീട്ടിലേക്ക് പോവാണെന്നാണ് ഞാൻ കരുതിയത്. ഞാനും പേടിച്ചു പോയി ബാലേട്ടാ, ഞാനും അങ്ങനെ കരുതിയത്. സുകന്യയുടെ സ്വഭാവത്തിന് ഈ റൂം നമ്മൾക്ക് അവൾ ഒഴിഞ്ഞു തന്ന നമ്മുടെ പഴയ റൂമിലേക്ക് അവൾ പോകുന്ന ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ, അവൾക്ക് നല്ല സൗകര്യമുള്ള റൂം വേണമെന്നല്ലേ. എന്തായാലും ഈ കാര്യത്തിൽ സുകന്യ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. എന്നാലും ഇത് എന്തൊരു മാറ്റം അല്ലേ ബാലേട്ടാ? ഈ വീട്ടിലേക്ക് വന്ന അന്നു മുതൽ ഇവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെടാൻ സുകന്യയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എന്ന് ഗോമതി ബാലനോട് പറയൂട്ടോ. അപ്പോൾ ബാലൻ പറയും, അതിന് അവളെ കുറ്റം പറയാൻ പറ്റില്ല, സുകന്യയുടെ വീടും നമ്മുടെ വീടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ എന്ന് ബാലൻ ചോദിക്കും. സത്യം പറയാലോ, ഓരോ ദിവസവും എനിക്ക് ആദ്യമായിരുന്നു ധർമ്മൻ്റെ ജീവിതം എന്താകുമെന്ന് ഓർത്ത്. സുകന്യ കാരണം ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു എനിക്ക് എന്ന് പറയാം. സുകന്യയോട് കൃഷ്ണമംഗലത്തുകാർ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോടോ, നല്ലതൊന്നും അവിടെയുള്ളവർ പറഞ്ഞു കൊടുത്ത് കാണത്തില്ല. തൻ്റെ ഏട്ടന്മാർ നമ്മളെക്കുറിച്ച് ഒരു മോശം ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ടാവും സുകന്യ ഈ വീട്ടിലേക്ക് ധർമ്മൻ്റെ കൈയും പിടിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ടാവും നമ്മളെ ആദ്യം ഇത്രയധികം എതിർത്തത്. നമ്മളുടെ കൂടെ ഒരു കാരണവശാലും ജീവിക്കരുതെന്നും ധർമ്മനെയും കൂട്ടി എത്രയും വേഗം ദേവമംഗലത്തു നിന്ന് കൃഷ്ണമംഗലത്തേക്ക് ചെല്ലണമെന്നും ഒക്കെ അച്യുതനും അനന്തനും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അവൾക്ക്. ആ രാജശ്രീയുടെ ബന്ധുവല്ലേ. അത് ബാലേട്ടൻ പറഞ്ഞത് ശരിയാ, എൻ്റെ ഏട്ടന്മാരുടെ സ്വഭാവത്തിന് അങ്ങനെ തന്നെ ചെയ്യൂ. എങ്ങനെയെങ്കിലും ബാലേട്ടനെ തോൽപ്പിക്കണം, ഈ കുടുംബത്തിൻ്റെ സമാധാനം കളയണം, അവർക്കത് മാത്രമേ ഉള്ളൂ ചിന്ത, അല്ലാതെ വേറൊന്നുമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ചില കാരണങ്ങളുണ്ടടോ. സുകന്യയും ധർമ്മനും തേക്കടിക്ക് പോയി വന്ന ശേഷം സുകന്യ കൃഷ്ണമംഗലത്ത് പോയല്ലോ, അതിനുശേഷം പിന്നെ സുകന്യ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് ബാലൻ പറയാം. എന്നാലും ആ പോയ ദിവസം നിന്റെ ഏട്ടന്മാർ സുകന്യെ കാര്യമായിട്ടൊന്ന് ഉപദേശിച്ചിട്ടുണ്ടാവും എന്ന് പറയും. അല്ലാതെ ഇങ്ങനെ സുകന്യ പ്രവർത്തിക്കില്ല. ഈ വീട്ടിൽ നിരന്തരമായി പ്രശ്നം ഉണ്ടാക്കണമെന്നും നമ്മളെ കൂടുതൽ ശത്രുക്കളായി മാറ്റണമെന്നും അങ്ങനെ ഒടുവിൽ നമ്മളായിട്ട് സുകന്യയും ധർമ്മനെയും ഇവിടുന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാവും സുകന്യ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്. അവർക്ക് വേണ്ടതും അതൊക്കെ തന്നെയാണല്ലോ എന്ന് ബാലൻ ഗോമതിയോട് പറയൂട്ടോ. നിനക്ക് ഓർമ്മയില്ലേ സുകന്യ ധർമ്മൻ്റെ ശമ്പളത്തെ പറ്റിയൊക്കെ ഒരു ദിവസം ചോദിച്ചത്? അന്നിവിടെ വലിയ പ്രശ്നമായില്ലേ? അതൊക്കെ അവരുടെ പ്ലാനായിരിക്കും ഗോമതി, എന്നെ അത് ഒരുപാട് വേദനിപ്പിച്ചിരുന്നു എന്ന് ബാലൻ അപ്പം പറയാണ് കേട്ടോ. സ്റ്റോഴ്സ് ധർമ്മൻ്റെയും കൂടിയാണെന്ന് ഞാൻ പറഞ്ഞപ്പം അതിന് രേഖയുണ്ടെന്ന് വരെ അവൾ എന്നോട് ചോദിച്ചു. പാവം ധർമ്മൻ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ എല്ലാം കേട്ട് അവൻ തല കുനിച്ച് നിന്നു. അല്ല, അവനെന്തേലും ചെയ്യാൻ പറ്റുമോ? അവളുടെ ചോദ്യങ്ങളുടെ പേരിൽ
പിന്നീട് ധർമ്മനും സുകന്യയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്ന് കരുതിയ മറുപടി ഒന്നും പറയാതെ ഞാൻ എഴുന്നേറ്റ് പോയത് എന്ന് ബാലൻ ഗോമതിയോട് പറയൂട്ടോ. ധർമ്മൻ എന്നെ അന്ന് വന്ന് കണ്ടിരുന്നു. അവൻ കുറെ ക്ഷമയൊക്കെ പറഞ്ഞു. അല്ലാതെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? സുകന്യ അങ്ങനെ പെരുമാറിയതിന് അവൻ എന്ത് ചെയ്യാൻ പറ്റും? ആ, അത് നേരാ. എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച സുകന്യാണെങ്കിലും അവളെ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിച്ചത് കൃഷ്ണമംഗലത്തുകാരാ, അതെനിക്ക് ഉറപ്പാ. പക്ഷേ അന്ന് എനിക്കത് മനസ്സിലായില്ല. ഇപ്പം ചിന്തിക്കുമ്പം എല്ലാം എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. എല്ലാത്തിനും പിന്നിൽ ആ കൃഷ്ണമംഗലത്തുകാർ തന്നെയാ. ഇന്ന് വരെ സുകന്യ ഇവിടെ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും കൃഷ്ണമംഗലത്തുകാർ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ തന്നെയാ. സുകന്യയും നമ്മളെയും തമ്മിൽ അടുപ്പിക്കാൻ എൻ്റെ ഏട്ടന്മാർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. എൻ്റെ ഏട്ടന്മാർ ഇതിൻ്റെ അപ്പുറം ചെയ്യും. പക്ഷെ ബാലേട്ട, ഈ സുകന്യയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം എങ്ങനെ സംഭവിച്ചു? അങ്ങനെയൊക്കെ ഒരാൾക്ക് മാറാൻ പറ്റുമോ എന്ന് ഗോമതി ചോദിക്കേ. എന്തായാലും നമ്മളെക്കുറിച്ചൊരു മുൻധാരണയോടുകൂടിയാ സുകന്യ ഈ വീട്ടിലേക്ക് വന്നത്. പക്ഷേ പിന്നീട് പതുക്കെ പതുക്കെ ഈ വീടുമായിട്ട് അവൾ പൊരുത്തപ്പെട്ട് കാണും. ഇവിടുത്തെ രീതികളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പം അവൾക്ക് മനസ്സിലായി കാണും കൃഷ്ണമംഗലത്തുകാർ പറയുന്നത് സത്യമല്ലെന്ന്. അതാവും ഇപ്പം ഇങ്ങനെ ഒരു മാറ്റം. നമ്മൾ ഓരോരുത്തരുമായിട്ട് ഇണങ്ങിയപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എൻ്റെ വീടാണെന്നൊരു തോന്നൽ അവൾക്കുണ്ടായി കാണും. ഈ കുടുംബത്തിൽ ഞാനും ഒരു അംഗമാണെന്ന് സുകന്യയും ചിന്തിച്ചു തുടങ്ങി കാണും. അപ്പോൾ അവൾക്ക് സ്വയമേ മാറ്റം വന്നു. ഈ കുടുംബത്തിൻ്റെ സന്തോഷം എൻ്റെയും കൂടി സന്തോഷമാണെന്ന് ഏതോ ഒരു ഘട്ടത്തിൽ അവൾ തിരിച്ചറിഞ്ഞു കാണും ഗോമതി. അതാവും അവൾക്ക് ഇങ്ങനൊരു മാറ്റം വന്നത്. അവിടെ മുതലാണ് സുകന്യയ്ക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി തുടങ്ങിയത്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ആരും ആവശ്യപ്പെടാതെ തന്നെ സുകന്യ ഈ റൂം നമുക്ക് വിട്ടു തന്നത്. സുകന്യയ്ക്ക് നമ്മളെ മനസ്സിലായല്ലോ, അത് മതി ബാലേട്ട എന്ന് ഗോമതി അപ്പം ബാലനോട് പറയൂട്ടോ. ഇന്നലെ വരെയുള്ള സുകന്യയുടെ പെരുമാറ്റം കണ്ട് നമ്മുടെ ധർമ്മൻ്റെ ഭാവി എന്താകുമെന്നോർത്ത് എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സമാധാനമുണ്ട്. സുകന്യ ധർമ്മനെ നന്നായിട്ട് നോക്കും. ആ ചെറിയ റൂമിൽ അവരെ അങ്ങനെ അധിക ദിവസം താമസിപ്പിക്കുന്നത് എന്തായാലും നല്ലതല്ല. സുകന്യ അവളുടെ നല്ല മനസ്സുകൊണ്ടും തിരിച്ചറിവ് കൊണ്ടുമാണല്ലോ ആ ചെറിയ മുറിയിലേക്ക് അവൾ മാറിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റൂമിൻ്റെ പണി തുടങ്ങണം. എന്നാൽ പിന്നെ അവരെ എന്നിട്ട് അങ്ങോട്ട് മാറ്റണം. എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനം ആവുള്ളൂ എന്ന് ബാലൻ പറയേ. അത് വേണം ബാലേട്ട. ഇനി സുകന്യ കാരണം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടാവില്ലടോ. താ നോക്കിക്കോ, ആ കുട്ടി ഈ വീടുമായിട്ട് ഇണങ്ങി ജീവിക്കും. ദേവി മീനാക്ഷിയും ഇത്രയും എങ്ങനെയാണോ ഈ വീടിനെ അറിഞ്ഞു പെരുമാറുന്നത് അതുപോലെ സുകന്യയും പെരുമാറാൻ തുടങ്ങും. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ആ കുട്ടി മാറും. സുകന്യയ്ക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നമ്മൾ നോക്കണം. അത്രേ ഉള്ളൂ എന്ന് ബാലൻ ഗോമതിക്ക് പറയേ. അല്ല സുകന്യ ഇപ്പം നമ്മളെ കുടുംബത്തെ സ്നേഹിച്ചു തുടങ്ങി. ആ സ്നേഹം എന്നും അതുപോലെ നിലനിൽക്കണം. അതിന് വേണ്ടത് നമ്മളും ചെയ്യണം. അതുകൊണ്ടാണ് തന്നോട് ഞാൻ പറഞ്ഞത്. അത് ബാലേട്ടൻ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. ഞാൻ എൻ്റെ മക്കളെ പോലെയല്ലേ ചേർത്ത് നിർത്തുന്നേ. സുകന്യയ്ക്ക് ഞാൻ ആ സ്നേഹം നൽകും. അത് ഉറപ്പല്ലേ എന്ന് ഗോമതി അപ്പം ബാലനോട് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലനും ഗോമതിയും വളരെയേറെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടിയും ഒന്ന് ഉറങ്ങാൻ കിടക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അതേസമയം കൃഷ്ണമംഗലത്ത് ആകെ പുകഞ്ഞു നിൽക്കുകയാണ് അച്യുതനും രാജശ്രീയും. ഭയങ്കര ചിന്തയിലാണ് രാജശ്രീ. അപ്പോൾ അങ്ങോട്ടേക്ക് ഫ്രഷൊക്കെ ആയിട്ട് അച്യുതൻ വരുക. അച്ചുവേട്ടാ, എന്തോ ഒരു സുഖക്കുറവ് മനസ്സിനെ അങ്ങോട്ട് അലട്ടുക. എന്ത് സുഖക്കുറവ്? തനിക്കെന്താ ഇവിടെ ഒരു കുറവ്? അല്ല, സുകന്യ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അവൾ അഡ്വാൻസ് ഒക്കെ ചോദിച്ചിട്ട് നമ്മൾ അനുകൂലമായിട്ടൊന്നും പറഞ്ഞുമില്ല. ഇതിപ്പം അതിൻ്റെ ഇഷ്ടക്കേട് അവൾക്ക് കാണുമോ? അതുകൊണ്ടാണോ ഇങ്ങോട്ട് വരാത്തത്? ഇത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെ കാര്യങ്ങൾ. അവളെ വളർത്തിക്കൊണ്ട് വന്നത് നമ്മളാ. എന്നിട്ടിപ്പം നമ്മളോട് തന്നെ ഡിമാൻഡ് വെക്കുന്നവൾ. അതും സ്വത്തിൻ്റെ പകുതി. അവൾക്ക് എങ്ങനെ ചോദിക്കാൻ വന്നു? അവളെ വിട്ട് 2 ഭാഗമാക്കുക വേണ്ടത്. എൻ്റെ അച്ചുവേട്ടാ, ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവളെ പിണക്കാതിരിക്കുന്നതാ ഇപ്പം നമുക്ക് നല്ലത്. തന്ത്രപരമായിട്ടുള്ള ഇടപെടലാ ഇപ്പോൾ ആവശ്യം. എന്ന് വെച്ചാൽ സ്വത്തിൻ്റെ പകുതി അങ്ങോട്ട് എഴുതി കൊടുക്കാന്ന്. അതെ, നിനക്കെന്താടി വട്ടുണ്ടോ എന്നും പറഞ്ഞ് അച്യുതൻ എഴുന്നേക്കും. നമ്മുടെ കുടുംബസ്വത്തിൻ്റെ പകുതി അവൾക്ക് കൊടുക്കാനോ? എന്നാൽ പകുതി ആക്കണ്ട, മുഴുവനും അങ്ങ് കൊടുത്തേക്ക് എന്ന് അച്യുതൻ പറയും. എൻ്റെ അച്യുതേട്ടാ, പകുതി കൊടുക്കാമെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കുന്നതായിട്ട് അങ്ങ് അഭിനയിക്കുക. അവളെ തന്ത്രപരമായി കൂടെ നിർത്തുക. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയേ. എന്നിട്ട് രാജശ്രീ അച്യുതൻ്റെ അടുത്തേക്ക് വരും. അച്യുവേട്ടാ, അതായത് അവളോട് വിൽപത്രത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചതുപോലെ നടത്തി തന്ന വസ്തുവിൻ്റെ പകുതി കൊടുക്കാമെന്ന് അവളെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുക. അതിനിപ്പം നമുക്കെന്താ ബുദ്ധിമുട്ട്? കൊടുക്കുന്നതും കൊടുക്കാത്തതും ഒക്കെ പിന്നത്തെ കാര്യമല്ലേ. നീ പറയുന്ന ഐഡിയ ഒക്കെ നല്ലതാ അച്ചുവേട്ട. ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല.
നമ്മൾ ചുമ്മാ കണ്ണും അടിച്ചങ്ങ് സമ്മതിക്കുക, ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ, നമുക്കപ്പം ബാക്കി ചെയ്യാം, നമുക്കാണോ അതിന് ബുദ്ധിമുട്ട്, നമുക്കിട്ട് പണിയുന്നവർക്ക് തിരിച്ചൊരു പണി കൊടുക്കണം എന്ന് അച്യുതനും പറയും. രജിസ്ട്രേഷനൊക്കെ നടന്നു കഴിഞ്ഞാൽ ഏത് സുകന്യ, ഇതത്രേ ഉള്ളൂ, പിന്നല്ലാതെ. ഏതായാലും 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ അവളെ ഇങ്ങോട്ടൊന്ന് വിളിക്കാം, അന്നേരം കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അവൾ പറഞ്ഞതുപോലെ സമ്മതിച്ചതായിട്ട് നമുക്കങ്ങ് അഭിനയിച്ച് തകർക്കണം. ശരി, അങ്ങനെ തന്നെ ചെയ്യാം എന്ന് അച്യുതൻ രാജശ്രീയോട് പറയാം. ആർത്തി മൂത്തവള് സ്വത്തിൻ്റെ പകുതിയെ കാത്തിരുന്നോ, ഇപ്പം തന്നെ കിട്ടും, അവക്കെല്ലാം ഞാൻ കൊടുക്കാം എന്ന് അച്യുതൻ പറയുവാണ് കേട്ടോ. അതേസമയം നമ്മുടെ സുകന്യാണെങ്കിൽ റൂമിലാണ് ഇങ്ങനെ ഇരിക്കുവാണേ. ഇപ്പം ധർമ്മം മിണ്ടാതെ സുകന്യയുടെ അടുത്ത് പോയി നിൽക്കുക. എന്താ സുകന്യേ എന്നപ്പോൾ ധർമ്മൻ ഇങ്ങനെ ചോദിക്കുവാണേ, അന്ന് പിണങ്ങിയിരിക്കുവാണോ നീ, ഒരു ബിയർ കുടിക്കുന്ന അത്ര വലിയ തെറ്റാണോ എന്ന് ധർമ്മം ചോദിക്കും. മദ്യപിക്കുന്നത് തെറ്റല്ലേ, ബിയർ എന്താ മദ്യമല്ലേ, ബിയർ ബോട്ടിൽ എത്ര ശതമാനം ആൽക്കഹോൾ ഉണ്ടെന്ന് അതിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും അതെടുത്തൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് സുകന്യ ചോദിക്കും കേട്ടോ. അപ്പം ധർമ്മേട്ട സ്ഥിരമായിട്ട് ബിയർ കുടിക്കുമല്ലേ, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് സുകന്യ പറയും. ധർമ്മേട്ടൻ ഒരു സ്ഥിരം മദ്യപാനിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു എന്ന് സുകന്യ കരഞ്ഞുകൊണ്ടങ്ങ് പറയുകയാണ്. എൻ്റെ പൊന്നു സുകന്യ, ഞാൻ സ്ഥിരം മദ്യപാനിയൊന്നുമല്ല, കുടിച്ച് ധർമ്മേട്ടൻ്റെ ലിവറൊക്കെ പോയി കാണും. ദേ സുകന്യേ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ, ഞാനൊരു കുടിയനൊന്നും അല്ല, എല്ലാ കുടിയന്മാരും എങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്, എനിക്കറിയാം. കുടിച്ച് നിങ്ങളുടെ എല്ലാ ഓർഗൻസും പോയി കാണും. ധർമ്മേട്ടൻ കൈ ഒന്ന് നീട്ടിക്കേ, കൈ രണ്ടും ഒന്ന് നിവർത്തി വെക്കാനല്ല ഞാൻ പറഞ്ഞത്. എന്തിന്, എനിക്ക് നോക്കണം, ഏട്ടൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കൊന്ന് കാണണം. കുടിയന്മാരുടെ കൈ വിറയ്ക്കും, കൈ നീട്ടാനല്ല പറഞ്ഞത്. അയ്യോ, എൻ്റെ കൈ അങ്ങനെ വിറയലൊന്നും ഇല്ല, അതിപ്പോൾ അറിയാലോ, കൈ നീട്ടാനാണ് ഞാൻ പറഞ്ഞത്, നീട്ട്. അപ്പോഴത്തേക്കും സുകന്യയുടെ മുന്നിലേക്ക് ധർമ്മൻ കൈകൾ രണ്ടും നീട്ടി വെക്കും. നോക്ക്, എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടോ, നോക്ക് സുകന്യ എന്ന് പറഞ്ഞ് ധർമ്മം കാണിക്കും. ഉണ്ട്, ദേ ധർമ്മേട്ടൻ്റെ കൈകൾ വിറയ്ക്കുന്നു എന്ന് സുകന്യ അപ്പോൾ പറയും. എന്താ, എവിടെ വിറയ്ക്കുന്നുണ്ടെന്ന്? ദൈവമേ, കൈ വിറയ്ക്കുന്നു, വല്ലാതെ വിറയ്ക്കുന്നു, കുടിയൻ തന്നെ. ഈശ്വര, എൻ്റെ ജീവിതം പോയല്ലോ, ഞാൻ എന്ത് ചെയ്യും? കുടിച്ചില്ലെങ്കിൽ ധർമ്മേട്ടൻ്റെ കൈ അപ്പം തന്നെ വിറയ്ക്കുമല്ലേ. നിങ്ങളൊരു കുടിയൻ തന്നെയല്ലേ എൻ്റെ പൊന്നു സുകന്യ, ഇത് ടെൻഷൻ കൊണ്ടാ, ഞാനിത് വിശ്വസിക്കില്ല. ദേ, നീയാണ് സത്യം, ടെൻഷൻ കൊണ്ടാ വിറയ്ക്കുന്നത്, വിശ്വസിക്ക് സുകന്യെ എന്ന് ധർമ്മൻ സുകന്യെ സത്യം ചെയ്ത് പറയാം. നീ തെറ്റിദ്ധരിക്കും പോലെ ഞാനൊരു സ്ഥിരം മദ്യപാനി അല്ല. ഞാൻ മാത്രമല്ല, ദേ ഇവിടെ ആരും മദ്യപിക്കാറില്ല, വല്ലപ്പോഴും എല്ലാവരും കൂടിയിരുന്നൊന്ന് ചില്ല് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് സന്തോഷം ചെയ്യുമ്പം ഞങ്ങൾ എല്ലാവരും കൂടി ടെറസിലങ്ങ് ഒത്തുകൂടും, വെറോട്ടയും ചിക്കനൊക്കെ കഴിക്കും, കൂടെ ചിലപ്പോൾ ഒരു ബിയറും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ ചെയ്യുന്നതാ, അതും വല്ലപ്പോഴും. ഇനി അത് വേണ്ട, ശരി, ബിയർ കഴിക്കുന്നില്ല, ബിയർ മാത്രമല്ല ടെറസിലിരുന്നുള്ള പെറോട്ടയും ചിക്കനും ഒന്നും കഴിപ്പ് ഇനി വേണ്ടാന്ന്. സുകന്യെ, എത്രയോ കാലമായിട്ട് ഞങ്ങളത് ചെയ്യുന്നതാ, ഞങ്ങൾ അവിടെ ഇരുന്ന് പെറോട്ടയും ചിക്കനും കഴിക്കുന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ധർമ്മേട്ടൻ അവരുടെ മാമനാണ് അല്ലേ? അതെ. മാമനാവുമ്പം മാമൻ്റെ സ്ഥാനത്ത് നിൽക്കണം, അതായത് അവരുടെ അച്ഛൻ്റെയൊക്കെ സ്ഥാനം മാമനും ഉണ്ട്, അല്ലാതെ അനന്തരന്മാരുടെ തോളിൽ കയറ്റി നടക്കുമല്ല വേണ്ടത്, എന്നാലേ ഒരു റെസ്പെക്റ്റ് കിട്ടൂലൂ എന്ന് സുകന്യ പറയും. സുകന്യെ, അത് മാത്രം നീ എന്നോട് പറയരുത്. മാമൻ്റെ സ്ഥാനമാണെങ്കിലേ ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാ, അങ്ങനെയാണ് ഞങ്ങൾ വളർന്നത്, അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞതും. അപ്പം ധർമ്മേട്ടൻ എൻ്റെ വാക്കിൻ്റെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല അല്ലേ? ഞാൻ എന്തു പറഞ്ഞാലും ധർമ്മേട്ടൻ അതൊന്നും തലയിൽ കയറത്തില്ലല്ലോ എന്ന് പറഞ്ഞ് സുകന്യ വീണ്ടും ഏറ്റുപോവാ. അല്ല, നിനക്കിത് എന്തിൻ്റെ സുഖേടാ എൻ്റെ സുകന്യെ? ഞാൻ എൻ്റെ അനന്തരവന്മാരുടെ സ്നേഹത്തോടെ കഴിയുന്നത് നിനക്ക് എന്താ ഇത്ര തെറ്റ് ആയിട്ട് തോന്നുന്നത് എന്ന് സുകന്യയോട് ചോദിക്കും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ധർമ്മേട്ടൻ ഈ വക കാര്യത്തിലൊന്നും നിന്ന് കൊടുക്കരുതെന്നാ, അവർ ഒരു ബഹുമാനം നൽകുന്ന രീതിയിൽ വേണം, അവരുടെ ഒരു അകലെ വിട്ട് വേണം നിൽക്കാൻ എന്ന് പറയുവേ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ധർമ്മം പറയും, ഈ ഒരു കാര്യം മാത്രം നീ എന്നോട് പറയണ്ട സുകന്യെ, അവർ എനിക്ക് എൻ്റെ കൂട്ടുകാരെ പോലെയാണ്, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, പറ്റത്തില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ പിള്ളേരും എന്നും കൂട്ടുകാരെ പോലെ ജീവിക്കുള്ളൂ, അവരുടെ മുൻപിൽ മാമൻ്റെ അധികാരമൊന്നും ഞാൻ കാണിക്കില്ല, ഒരിക്കലും കാണിക്കില്ല എന്ന് പറയൂ കേട്ടോ. പെട്ടെന്ന് ഒരു ഫോൺ വരുവാണേ. അപ്പം സുകന്യാണെങ്കിൽ അതാരാണെന്ന് നോക്കാനായിട്ട് പയ്യെ അങ്ങോട്ട് ചെല്ലുവാണേ. ധർമ്മൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ധർമ്മനാണ് നല്ല ദേഷ്യം പെട്ടിങ്ങനെ ചിന്തിക്കുക. അപ്പോഴത്തേക്കും സുകന്യാണ് ഫോൺ എടുത്ത് നോക്കും.
ആനന്ദും ആകാശും എന്നെ ബഹുമാനിക്കണമെങ്കിലേ ധർമ്മേട്ടൻ മാമൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കണം എന്നും പറഞ്ഞ് പെട്ടെന്ന് ആരും കാണാതെ ഫോണങ്ങ് കട്ട് ചെയ്യും കേട്ടോ. ധർമ്മേട്ടന് നൽകാത്ത ബഹുമാനം എനിക്ക് നൽകില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ധർമ്മേട്ടനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, ധർമ്മേട്ടൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞ് പയ്യെ അവിടുന്ന് ഫോണുമായിട്ട് അങ്ങ് എഴുന്നേറ്റ് പോവാട്ടോ. അപ്പം ധർമ്മൻ അതിനെപ്പറ്റി ചിന്തിക്കുക, ഇവൾ എന്തൊക്കെയായി പറയുന്നേ, ഇതൊരിക്കലും എനിക്ക് സാധിക്കത്തില്ല എന്നും പറഞ്ഞ് ധർമ്മന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്നിട്ട് ആരും ചുറ്റും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആരും ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ സുകന്യ ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും